യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടതുകൊണ്ടായില്ല, കേൾക്കുന്ന സുവിശേഷം എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് പ്രാധാന്യമുള്ള കാര്യമാണ്. പൗലോസിന്റെയും ബർന്നബാസിന്റെയും മിഷണറി യാത്രയിൽ അവർ പട്ടണം തോറും സുവിശേഷം പ്രസംഗിച്ചു. അത് കേട്ടവർ അതിനോട് പ്രതികരിച്ചത് വ്യത്യസ്ത വിധത്തിലാണ്. ഇക്കോന്യയിൽ തനിക്കെതിരെ ആക്രമണം നടത്താൻ ഭാവിച്ചപ്പോൾ അവർ ഓടിപ്പോയത് ലുസ്ത്രയിലേക്കും ദർബയിലേക്കുമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 14 അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ ലുസ്ത്രയിലും ദർബയിലും നടന്ന കാര്യങ്ങളെപ്പറ്റി വിവരിക്കുന്നു. ലുസ്ത്ര ഒരു റോമൻ കോളനിയായിരുന്നു. അന്ത്യോക്യയിൽ നിന്ന് 18 മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണം. അവിടെ സിനഗോഗ് ഉണ്ടായിരുന്നതായി പറയുന്നില്ല. ഈ ലുസ്ത്രയിലേക്കാണ് പൗലോസിന്റെ മിഷണറി അനുഭവങ്ങളിൽ വെച്ച് ഏറ്റവും അധികം മുറിവുണ്ടാക്കിയ അനുഭവം ഉണ്ടായത്. പിന്നീട് തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ഇതേപ്പറ്റി പറയുന്നുമുണ്ട്. എന്നാൽ ലുസ്ത്രയിൽ എത്തിയപ്പോൾ ആദ്യത്തെ അവസ്ഥ വളരെ വ്യത്യസ്തമായിരുന്നു. 8-ാം വാക്യം പറയുന്നു, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാത്തതുമായ ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടു. പട്ടണത്തിലെ ഏതോ ഒരു തിരക്കേറിയ സ്ഥലത്തായിരിക്കാം അയാൾ ഇരുന്നിരുന്നത്. പൗലോസിന്റെ വാക്കുകൾ കേട്ട് ഈ മനുഷ്യന് ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു. അത് അയാളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. പൗലോസ് അയാളെ ഉറ്റുനോക്കിയപ്പോൾ വിശ്വാസത്തിന്റെ ആഴം ആ കണ്ണുകളിൽ കാണുവാൻ കഴിഞ്ഞു. സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ട് എന്ന് പൗലോസ് കണ്ടു. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ഒരു മുടന്തനെ സൗഖ്യമാക്കിയത് നാം വായിക്കുന്നുണ്ട്. അവിടെ അവന് വിശ്വാസമുണ്ടായതായി പറയുന്നില്ല. ഇവിടെ സൗഖ്യം പ്രാപിക്കാൻ തക്കതായ വിശ്വാസം മുടന്തനുണ്ട് എന്ന് കാണുന്നു. ഒരുപക്ഷെ നമുക്ക് സംശയമുണ്ടാകും, ആർക്കാണ് യഥാർത്ഥത്തിൽ വിശ്വാസം വേണ്ടത് എന്ന്. രോഗിക്ക് വിശ്വാസമുണ്ടാകണം, രോഗിയെ കൊണ്ടുവരുന്നവർക്ക് വിശ്വാസമുണ്ടാകണം, പ്രാർത്ഥിക്കുന്നവർക്കും വിശ്വാസമുണ്ടായിരിക്കണം. രോഗിക്ക് വിശ്വാസമില്ലാത്ത ഇടത്തും അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. രോഗിയുടെ അസാന്നിധ്യത്തിലും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യന് വിശ്വാസം എവിടെ നിന്നാണ് കിട്ടിയത്? പൗലോസ് പ്രസംഗിച്ചത് അവൻ കേട്ടു എന്ന് തന്നെയാണ് വചനം പറയുന്നത്. പ്രസംഗിച്ചത് മറ്റൊന്നുമല്ലായിരുന്നു, ദൈവത്തിന്റെ വചനമായിരുന്നു. ആ വചനം അവനെ രക്ഷയിലേക്കും സൗഖ്യത്തിലേക്കും നയിച്ചു. പൗലോസ് മുടന്തനായ മനുഷ്യനോട് ഉറക്കെ പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന്. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് മുഖാന്തരം നടന്ന രേഖപ്പെടുത്തിയ ആദ്യത്തെ അത്ഭുതമാണിത്. ഇത് കേട്ടവർ കണ്ടവർ ഈ മനുഷ്യർ ദൈവത്തിന്റെ സന്ദേശവാഹകർ എന്ന് മനസ്സിലാക്കി. അവർ നിലവിളിച്ചു, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ലുക്കവോന്യ ഭാഷയിലാണ് അവർ നിലവിളിച്ചത്. ബർന്നബാസിനെ അവർ ഇന്ദ്രനെന്നും പൗലോസിനെ ബുധനെന്നും പേർ വിളിച്ചു. ഗ്രീക്ക് ഇതിഹാസത്തിൽ ഇന്ദ്രൻ എന്നാൽ സ്യൂസ് ദേവനാണ്. ബുധനാകട്ടെ ഗ്രീക്ക് ദേവന്മാരുടെ സന്ദേശവാഹകനുമായിരുന്നു. വിദ്യാരഹിതരും അന്ധവിശ്വാസം നിറഞ്ഞ ജനമായിരുന്നു ലുസ്ത്രയിൽ താമസിച്ചിരുന്നത്. അവരുടെ വിശ്വാസമനുസരിച്ച് വേഷപ്രച്ഛന്നരായി എത്തുന്ന ഇന്ദ്രനും ബുധനും അതിഥി സൽക്കാരം ആഗ്രഹിച്ച് ഒരു ഗ്രാമത്തിലെത്തിയെന്നും അവിടുത്തെ ആളുകൾ അവരെ തള്ളിക്കളഞ്ഞുവെന്നും വിശ്വസിക്കുന്നു. അവരെല്ലാവരും ജലപ്രളയത്തിൽ നശിച്ചു. എന്നാൽ ഇവർ ദേവന്മാരെന്നറിയാതെ സൽക്കരിച്ച ദരിദ്രരായ ദമ്പതിമാരെ വളരെ പ്രതിഫലങ്ങൾ നൽകി ആ ദേവന്മാർ ആദരിച്ചു, അവരെ മാനിച്ചു. ലുസ്ത്രക്കാർ ഇനിയും ആ തെറ്റ് തങ്ങൾ ആവർത്തിക്കരുത് എന്ന് വിചാരിച്ച് ഈ ബർന്നബാസിനെയും പൗലോസിനെയും ഇന്ദ്രനെന്നും ബുധനെന്നും വിചാരിച്ച് വളരെ ആവേശത്തോടും ആഘോഷത്തോടും കൂടെ സ്വീകരിച്ചു. പട്ടണത്തിലെ ഇന്ദ്രക്ഷേത്രത്തിൽ കാളകളെ കൊണ്ടുവന്ന് കൊമ്പുകൾ മിനുക്കി പൂമാലയിട്ട് യാഗമർപ്പിച്ചു. യാഗപീഠത്തിന്മേൽ ഒഴിച്ചു. പിന്നെ വിഗ്രഹത്തിന് മുമ്പിൽ ഭക്ഷണം പാകം ചെയ്തു. പൗലോസിനെയും ബർന്നബാസിനെയും ആചരിക്കാൻ വിരുന്നിനായും പദ്ധതിയിട്ടു. അപ്പോസ്തലന്മാർ ഇത് കേട്ടിട്ട് വസ്ത്രം കീറി പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടി നിലവിളിച്ചു പറഞ്ഞു, ദുഃഖത്തിന്റെയും അന്ധാളിപ്പിന്റെയും പ്രകടനമായിട്ടാണ് ഒരു യഹൂദൻ വസ്ത്രം കീറുന്നത്. തങ്ങൾ വന്നത് നിങ്ങളുടെ ദേവന്മാരായി ആരാധിക്കപ്പെടാനല്ല, ഞങ്ങൾ നിങ്ങളുടെ സമസ്വഭാവമുള്ള മനുഷ്യരെത്രേ എന്ന് അവർ നിലവിളിച്ചു പറഞ്ഞു. നിങ്ങളെ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് അവർ നിലവിളിച്ച് പറഞ്ഞു. വിഗ്രഹാരാധികളായ ജനത്തോട് എങ്ങനെ, എവിടെ, എന്ത് പറഞ്ഞു തുടങ്ങണം എന്ന പരിജ്ഞാനം പൗലോസിനുണ്ടായിരുന്നു. ചുറ്റും കാണുന്ന എല്ലാറ്റിനെയും ആരാധിക്കാതെ ഇവയൊക്കെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു.
തന്റെ പ്രസംഗത്തിൽ പൗലോസ് ദൈവത്തിന്റെ ഏകത്വത്തെപ്പറ്റിയും സർവശക്തിയെപ്പറ്റിയും ക്ഷമയെപ്പറ്റിയും ദൈവത്തിന്റെ നന്മയാണ് ആകാശത്ത് നിന്ന് മഴയും പുഷ്ടിയുള്ള കാലങ്ങളും നൽകുന്നതെന്നതിനെപ്പറ്റിയും ദൈവത്തിലേക്ക് തിരിയണമെന്നും സത്യസുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ഇതാകണം ഓരോ പ്രസംഗങ്ങളിലും നാം ഉറപ്പിച്ചു പറയേണ്ടത്. ഇന്നും ഏകസത്യ ദൈവത്തെ വിട്ട് പുല്ലും മരവും മണ്ണും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്കുള്ള സന്ദേശം ഒന്നേയുള്ളൂ: ഇവയൊക്കെയും സൃഷ്ടികൾ മാത്രമാണ്. സൃഷ്ടിയെ വിട്ട് സർവശക്തനായ ഏക ദൈവത്തിങ്കിലേക്ക് തിരിയുക, രക്ഷ പ്രാപിക്കുക. അത് മാത്രമേ ഉള്ളൂ ഏറ്റവും ഉത്തമമായ കാര്യം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തുവിനെ അറിയുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.